നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ടല്ലോ, നമ്മുടെ ഈ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മൾ വെച്ചേക്കണേ നമ്മുടെ ഹൈബ്രിഡ് വെറൈറ്റി ബോൾസം പ്ലാന്റ് ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഉള്ളത്. മര്യാദയ്ക്ക് ഒന്നിനും പൂവില്ല, കുറച്ചങ്ങോട്ട് വളർന്നു പോയിട്ടോ. അപ്പോൾ അതിനനുസരിച്ച് പൂക്കളൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫുള്ളും മാറ്റിയിട്ട് ഇനി നമുക്കിവിടെ പുതിയ വേറെ ചെടികൾ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് നല്ലോണം ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് സെറ്റ് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് നമ്മൾ വെച്ചേക്കുന്നത് നമ്മുടെ ജെറേനിയം പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇത് കുറേ പൂക്കളൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചെടീനെ ഇവിടുന്ന് എടുത്ത് മാറ്റി ഇവിടെ നമുക്ക് വീണ്ടും നമ്മുടെ ബാൽസം ചെടി തന്നെ വെക്കാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് വൈകുന്നേരം ചിലപ്പോൾ സന്ധ്യയൊക്കെ ആവട്ടെ ഇങ്ങനെ ഓരോ പണികൾ ചെയ്യുമ്പോൾ അപ്പോൾ എല്ലാവരും ചോദിക്കും, ചേച്ചി രാത്രിയിൽ നമ്മുടെ എന്താ പറയുക ഗാർഡനിലേക്കൊന്നും ഇറങ്ങരുത്, പാമ്പ് ശല്യം ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. കുറേ പേർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെയൊക്കെ സേഫ്റ്റിയോട് കൂടെയാണ് കേട്ടോ എല്ലാം ചെയ്യാറുള്ളത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പറ്റുള്ളൂ. നമുക്ക് സെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് നടത്തിക്കൊണ്ട് പോകണം. കൂടാണ്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ നമുക്ക് വീഡിയോസ് ഇടണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചെടികളെ നമ്മൾ നല്ല രീതിയിൽ കെയർ ചെയ്യണം. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഓരോ സമയം കണ്ടെത്തിയിട്ടാണ് കേട്ടോ ഓരോന്ന് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഈ ഒരു പൂന്തോട്ടത്തിലുണ്ടല്ലോ, ഇപ്പോൾ നമുക്ക് ഏകദേശം മഴയൊക്കെ ആയില്ലേ. അപ്പോൾ നമ്മുടെ കുറേ ചെടികൾ നമുക്ക് ഇപ്പോൾ ഞാൻ ഈ സെറ്റ് ചെയ്തതെന്ന് നമുക്ക് മാറ്റിയിട്ട് വേറെ സ്ഥലങ്ങളിലേക്കൊക്കെ വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ കുറച്ച് വിങ്ക പ്ലാന്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതിനെ നമുക്കിനി ഇവിടെ നിന്ന് എടുത്ത് ഞാനൊരു വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ പോവാണ്. ഇപ്പം നമുക്ക് കുറച്ച് ഫ്ലവർ വിങ്കയിൽ കുറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വേറെ സ്ഥലത്തോട്ട് മാറ്റിയിട്ട് ഇനി അത്യാവശ്യം ചെറിയ മഴയൊക്കെ അല്ലേ, അപ്പം ഈ ഒരു മഴയുള്ള സമയത്ത് അത്യാവശ്യം നമ്മുടെ ബാൽസം പ്ലാന്റിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കൾ തരും കേട്ടോ. പിന്നെ കഠിനമായ മഴ പെയ്യുമ്പോൾ നമ്മുടെ ഈ ബാൽസം പുറത്തിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക ഇലകളൊക്കെ ചീഞ്ഞു പോകും. അപ്പം ഇപ്പം നമുക്കിവിടെ വലിയ മഴയൊന്നും അങ്ങനെ പെയ്യുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു പൂന്തോട്ടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പൂക്കളുള്ള ചെടികളോടാണ് എനിക്കെപ്പോഴും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പൂക്കൾ കുറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാനിങ്ങനെ മാറ്റി ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. ഇതാ ഇവിടെയൊക്കെ നമ്മുടെ കുറേ 10 മണി ഇരിപ്പുണ്ട്. 10 മണിയിലൊക്കെ നിറച്ച് പൂവുണ്ടായിരുന്നു. അപ്പോൾ മഴയായപ്പോൾ 10 മണിയിലെ പൂക്കളെല്ലാം കുറഞ്ഞു. ഇനി ഇതെല്ലാം നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്യണം. ഇങ്ങനെ എന്താ പറയുക, പൂവില്ലാതെ ഇങ്ങനെ ഒരു കാട് പിടിച്ചോളം നിൽക്കുന്ന കാണാനായിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. കേട്ടോ, അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഇനി സെറ്റ് ചെയ്യണം. അപ്പോൾ ഇനി ഇതെല്ലാം ഫുള്ള് നമ്മൾ മാറ്റി സെറ്റ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ഗാർഡൻ്റെ ഒരു മേക്ക് ഓവർ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പം ഈ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു കുറച്ച് ക്ലാരിറ്റി കുറയാൻ സാധ്യതയുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും നമ്മൾ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഓടി വന്ന് വീഡിയോസ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗാർഡൻ ഉള്ളത് ഇതുപോലെയാണ് കേട്ടോ ഉള്ളത്. ഡബിൾ ബോൾസം പ്ലാന്റ് ആണ് കേട്ടോ. ഇതുണ്ട്, ഇതിങ്ങനെ റെഡും വൈറ്റും കൂടെ കൂടി നല്ല ഡബിൾ ഷെയ്ഡ് വരുന്ന കളറാണ്. എന്ത് ഭംഗിയെന്നൊക്കെ കാണാനുണ്ട്. കണ്ടോ, നമ്മുടെ പ്ലാന്റ് നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇതൊക്കെ നമുക്കിനി ഒരു സൈഡിൽ സെറ്റ് ചെയ്യാതെ. ഇതിപ്പോൾ ഞാനിങ്ങനെ വീഡിയോയിലൂടെ കാണിക്കുന്നത് എന്താണെന്നറിയാമോ, അതായത് നമ്മൾ പൂച്ചെടികളെയൊക്കെ നമ്മളിങ്ങനെ എല്ലാവരും വളർത്തും. പക്ഷേ അത് കുറേ പൂക്കളൊക്കെ ഇങ്ങനെ തന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഇതിനെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് അറിയാത്ത ഒത്തിരി പേരുണ്ട്. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു ബാൽസം ചെടിയിൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമ്മൾ ഈ ചെടികൾ ഹൈറ്റ് വെച്ച് പോയി കുറേ പൂക്കൾ തന്നു കഴിയുമ്പോൾ നമ്മളിതിങ്ങനെ പുതിയ പ്ലാന്റിനെ വീണ്ടും ആക്കി ഇങ്ങനെ റീസെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്താലാണ് കേട്ടോ ഈ ഒരു ചെടിനെ നമുക്ക് നല്ല ഭംഗിയായിട്ട് നിർത്താനായിട്ട് പറ്റുള്ളൂ. അപ്പം ഇത് ഏകദേശം ചെയ്തിട്ട് ഇതിൻ്റെ ഒരു ഫൈനൽ വ്യൂ ഇവിടെ കാണിച്ചു തരാതെ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഒരവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. മൊത്തം ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫുള്ളും അലങ്കോലായിട്ട് കിടക്കുകയാണ്. ഇനി ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി എടുക്കണം. വീഡിയോ എടുക്കുന്നത് രാത്രിയൊന്നുമില്ല പകലൊന്നുമില്ല കേട്ടോ. എന്താ അറിയുക, എന്തെങ്കിലും ഒരു പണി നമ്മുടെ പൂന്തോട്ടത്തിൽ ചെയ്യുമ്പം അത് നമ്മുടെ കൂട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്നൊരു വീഡിയോ ആണെങ്കിൽ അപ്പോൾ ഞാൻ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് ഞാൻ ഇടാറുണ്ട് കേട്ടോ. ചില വീഡിയോ ഒക്കെ നമ്മളിങ്ങനെ സന്ധ്യാസമയത്ത് എടുക്കുന്ന വീഡിയോസ് ഇടാറുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കാണുമ്പോൾ ആരും വിചാരിക്കേണ്ട രാത്രി എപ്പോഴും നമ്മൾ ഈ പൂന്തോട്ടത്തിൽ അങ്ങനെയൊന്നുമല്ല. എനിക്കൊരു മൂഡ് പോലെ എനിക്ക് ഇന്നപോലെ ചെടികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം എന്നെനിക്ക് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കത് ചെയ്തേ മതിയാവുള്ളൂ. പിന്നെ അത് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സ്വസ്ഥതക്കേടാണ്. അപ്പോൾ ഞാനതെനിക്ക് സമയം ചിലപ്പോൾ ഈ സമയത്തൊക്കെ രാത്രി സമയത്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു സമയം. ആ സമയം ഞാനതെല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ ബാക്കി അടുക്കള പരിപാടിയിലേക്കൊക്കെ പോകുള്ളൂ കേട്ടോ. അപ്പം അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ രാത്രിയിൽ എന്താണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതെന്ന് ആരും ചിന്തിക്കേണ്ട. അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവിൽ നമ്മുടെ പൂന്തോട്ടത്തിൽ പുതിയ ഹൈബ്രിഡ് ബോൾസം പ്ലാന്റുകളെല്ലാം നമ്മളിതാ സെറ്റ് ചെയ്ത് അപ്പം ഇങ്ങനെയായിട്ടോ. അപ്പോൾ ഇനി ഫ്ലവറൊന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ എല്ലാം നല്ല വളമൊക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒക്കെ ചെടികൾ നമ്മളിങ്ങനെ വളർന്ന് വല്ലാണ്ടായി കഴിയുമ്പോൾ ഒക്കെ കട്ട് ചെയ്ത് കുത്തിപ്പിടിപ്പിച്ച് പുതിയ പുതിയ പ്ലാന്റുകൾ എപ്പോഴും നമ്മൾ നട്ടു കൊടുക്കണം. ഈ ഹൈബ്രിഡ് ബോൾസം പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അങ്ങനെ ചെയ്താൽ മാത്രമാണ് ഈ ചെടീനെ നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത്യാവശ്യം പ്ലാന്റ് കുഴപ്പമില്ലാതെ ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള നമ്മുടെ ഒരു പൂന്തോട്ടത്തിൻ്റെ ഫുള്ളായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇങ്ങനെ എടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പോൾ മഴയൊക്കെ ആണല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മുടെ പൂന്തോട്ടത്തിൽ പൂക്കളൊക്കെ വളരെ കുറവായിരിക്കും.
അപ്പം ഇതുപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗാർഡൻ. അപ്പോൾ ഇതുപോലെയൊക്കെ എല്ലാവരും ചെയ്യണം കേട്ടോ. നമ്മുടെ പ്ലാന്റുകളെല്ലാം ഇങ്ങനെ എപ്പോഴും നമുക്ക്, അതായത് ഗാർഡനിങ് ഇഷ്ടമുള്ളവർക്ക് ഫുൾ ടൈം നമുക്ക് എപ്പോഴും പണികളായിരിക്കും. അതിനെ ഇങ്ങനെ മാറ്റി മാറ്റി സെറ്റ് ചെയ്ത് പുതിയത് പിടിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കണം. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു മഴമൂടലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള ഒരു മെലസ്റ്റോമ ചെടി ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. കണ്ടോ, നിറച്ച് മുട്ടുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ മെലസ്റ്റോമയൊക്കെ ഏറ്റവും കൂടുതൽ ഇങ്ങനെ നമുക്ക് പൂക്കൾ തരുന്ന ഒരു സമയം തന്നെ എനിക്ക് തോന്നുന്നത് മഴക്കാലം തോന്നുന്നു കേട്ടോ. അതുമാതിരി പൂവുണ്ട്. ഇത് നമ്മുടെ, അതായത് ബാക്ക് സൈഡിലുള്ള നമ്മുടെ ഗാർഡനിലേക്ക് പോകുമ്പോഴുള്ള നമ്മുടെ മെലസ്റ്റോമ മരം പൂത്ത് നിൽക്കുന്നതാണ്. എന്ത് ഭംഗിയെന്നറിയോ. ഇത് ശരിക്കും ഒരു പൂമരം തന്നെയാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെ അങ്ങോട്ട് പൊങ്ങിപ്പോയിട്ട് പൂക്കളുണ്ടായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെയുള്ളൊരു മരമാണ് ഇതാ ഇവിടെ. ഇതും കണ്ടോ, ഇതുപോലെയൊക്കെ നല്ല ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ ഇപ്പോൾ പൂക്കളൊക്കെ വളരെ കുറവാണ്. നമ്മളെല്ലാം എന്താ പറയുക, മഴയായതുകൊണ്ട് പിന്നെ ഇവിടെ വലിയ കാര്യമായിട്ട് നട്ടിട്ട് കാര്യമില്ല. അപ്പോൾ എന്നാലും നമ്മളത് ഓരോന്നും ഓരോ സൈഡിൽ കൂടെ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതൊക്കെ സീസണൽ പ്ലാന്റുകളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മഴയത്ത് വെക്കാൻ പറ്റുന്ന ചെടികളെ വെക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മുടെ സീനിയ. ഇതൊരു ഭംഗിയാണെന്നറിയാം കാണാനായിട്ട്. നോക്കി എന്തോരം ഇതളുകളാന്ന് നോക്കിയേ. അപ്പോൾ സീനിയ പൂക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഉണ്ടല്ലോ, ഇതുപോലെയൊക്കെ നട്ടു കൊടുക്കണം കേട്ടോ. അപ്പം ഇതുപോലത്തെ ചെടികളുടെ വിത്തുകളുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങി ഇതുപോലെ നമ്മുടെ അടുത്ത ഓണമൊക്കെ വരുമ്പോഴേക്കും നമുക്കിങ്ങനെ നിറച്ച് സെറ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ മൂത്ത് നിൽക്കുന്ന വിത്തുകളാണ്. ഇതിൽ നിന്നൊക്കെ പറിച്ചിട്ടാണ് നമ്മളിങ്ങനെ വിത്തുകൾ തരുന്നത്. പിന്നെ നമ്മുടെ പൂന്തോട്ടത്തിൻ്റെ 2 സൈഡിലായിട്ടും ഇത് കണ്ടോ, ഇതുപോലെ ഈ പെൻഡനാസ് പ്ലാന്റ് ഇങ്ങനെ നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ കുറച്ച് ചെറുതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇനി വളർന്ന് അടിപൊളിയായിട്ട് വരണം. അപ്പോൾ ഇത് നമ്മുടെ പൂന്തോട്ടത്തിലുള്ള നമ്മുടെ പുതിയൊരു അതിഥിയാണ്. എന്താണെന്നറിയാം, ഇതാണ് നമ്മുടെ തായ് ബോൾസം. അപ്പോൾ ഇതിൻ്റെ ഈ കളറാണ് കേട്ടോ, വയലറ്റും വെള്ളയും കൂടെ കൂടിയ ഭംഗിയുള്ള കളർ. ഇത് കണ്ടോ, കുറേ പൂക്കളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഏകദേശം കുറേ നാശമായി. ഇനി ഇതിൻ്റെ പുതിയ വിത്തുകളൊക്കെ പാകി മുളപ്പിച്ച് നമുക്ക് അടുത്ത ഓണമൊക്കെ വരുമ്പോഴേക്കും നല്ല അടിപൊളി ചെടിയാക്കി എടുക്കണം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ വൈറ്റ് മൊസാണ്ട. ഇത് കണ്ടോ, ഇതൊരു ഭംഗിയെന്നൊരു കാണാനായിട്ട്. ഇതൊക്കെ ഇങ്ങനെ നമ്മളൊരു സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ നമുക്ക് സ്ഥല സൗകര്യമുള്ള സ്ഥലത്ത് നമ്മളിങ്ങനെ മണ്ണിൽ നടണം കേട്ടോ. എന്നാൽ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ പൂക്കൾ തരും. അപ്പം ഇതിൻ്റെ റോസും ഉണ്ട്, വൈറ്റും ഉണ്ട് ഇവിടെ നട്ടു വെച്ചേക്കണത്. അപ്പോൾ നമ്മുടെ ബാക്ക് സൈഡിലുള്ള നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ ഓവറോൾ വ്യൂ ഇങ്ങനെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ചെടികളുണ്ടായിരുന്നു. പിന്നെ കുറേ എടുത്ത് മാറ്റി, കുറേ പ്ലാന്റുകൾ മഴ വന്നപ്പം ഉള്ളിലേക്ക് സേഫായിട്ട് എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നിൽക്കുവാണ് കേട്ടോ. പിന്നെ ഇതുപോലെ ഈ കോളിയാസ് ചെടിയൊക്കെ ഉണ്ടല്ലോ, നമുക്ക് മഴക്കാലത്തൊക്കെ നമ്മൾ നട്ടു കൊടുത്താൽ ഇതുപോലെ ഇങ്ങനെ ഇരുന്നോളും, ഒന്നും വരില്ല കേട്ടോ. അപ്പോൾ മഴയത്ത് വെച്ച് കൊടുക്കേണ്ട ചെടികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതുപോലെയുള്ള കോളിയാസൊക്കെ നട്ട് ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാവേ. കോസ്മോസ്, നമ്മുടെ കോസ്മോസിൻ്റെ റെഡ്, അതുപോലെ തന്നെ ഇവിടെ ഡബിൾ കളർ വരുന്നതുകൊണ്ട് കേട്ടോ. ഇതാ, ഇത് മഴയൊക്കെ ആയതുകൊണ്ടാണ് ഇപ്പം കുറച്ച് കരുത്തില്ലാതെ നിൽക്കുന്നത്. പിന്നെ സൂര്യപ്രകാശം കുറവാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് പൂക്കൾക്ക് കളറിന് കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. ഇതൊക്കെ നല്ല കളർ കിട്ടണമെങ്കിൽ നല്ല സൺലൈറ്റ് വേണം. ആ സൺലൈറ്റ് ഉള്ളിടത്ത് ഇങ്ങനെ നിൽക്കുമ്പം ഇതിന് ഭയങ്കര റോസ് ഷെയ്ഡ് കൂടുതലായിട്ട് വരും കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കിനിയും നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ബൈ ബൈ.